ജനലിനരികിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്ക് കൊണ്ടുവരാം. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ് അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ വേണ്ട മാവ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല, പക്ഷേ അയ്യോ അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാണ്? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാം. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അത് സാറ് ഇടുന്നെങ്കിലും അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാരിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മാവനെന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രി എന്തേ ഇത്രച്ചൻ ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ കാര്യമല്ല ചോദിച്ചത്, അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് 2 നേരം പാല് കൊടുത്ത് അയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്തോ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് 2 നേരം പാല് കൊടുത്ത് അയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി. പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ് അല്ല, വല്ലവരുടെ വീട്ടിലും പാല് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരുടെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതുമല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാധ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വാസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല. ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല. സാരമില്ല. രാധേ, എന്തിനാ? ഞാൻ നിനക്ക് അലുവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? വാ. ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുവോ? ആരാണ്? പട്ടി. അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാത്തേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാരിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാരിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാം. പൊക്കോളൂ. തള്ളല്ലേ, വെക്കോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിവിടുന്നതായി. പാല്. നിങ്ങൾ തനിച്ചുള്ള? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കൂ. കൊടുക്കാം. ഇയാൾക്ക് ചേച്ചിയെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ.
ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ പൊക്കോ. പ്രിയപ്പെട്ട രാധേ, പ്രിയപ്പെട്ട രാധേന്ന് വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ എന്ന് ഞാൻ വീട്ടിൽ പോടാ. നിന്നെ ചേച്ചി, അയാള് ചേച്ചിക്ക് ഒരു കത്ത് എഴുതുന്നു. എന്നിട്ട് എവിടെ? വഴിക്ക് വെച്ച് വാസുണ്ണീട്ടും വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ല, എന്റെ തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിക്കാൻ എന്തിനാ സമ്മതിച്ചു? വേഗം പോയി വാങ്ങിട്ട് വാ. ഇല്ല, പോടാ. തലാരോടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും. എന്താടാ? ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ കളിച്ചതാ. കളിച്ചതല്ലമ്മേ, സുവേട്ടനെ തല്ല ഓടിച്ചതാ. എന്താ കാര്യം എന്ന് പറയടി. അമ്മേ, ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. വാ മോളെ. ഐഡി ഞാൻ പോരാ. ഒരാളെ ഒന്ന് തല്ലി തരണം. അല്ല, ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ, ആളൊത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര തരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനില്ലേ. അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത്. ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല. അയ്യോ, അതിന് മുമ്പ് കല്യാണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? പിന്നെ സാറേ, വാസുണ്യ. സാർ സാറേ ഓഫീസ് വിട്ട് വരികയായിരിക്കും. അതെ. ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. എന്താ? അടിയന്തരം ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാരിച്ചരമ്മാവനാ, രാധയുടെ അച്ഛന്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് 8-8 മണി വീട്ടിൽ ഉണ്ടാവോ? തരാനാ. ഏയ്, ഇവിടെ ആളില്ലേ? ആരാ? ഞങ്ങളാ. ഞങ്ങളോ? എന്താ? കൂലിക്ക് തല്ലാൻ വന്നതാ. കൂലിക്ക് തല്ലാണ്? ആരെ? നിങ്ങളെ. ഞാൻ ആരോടും തല്ലിനും വഴക്കിനും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ വലിക്കോളാം. എന്നെ അടിക്കരുത്. ഞാൻ ഒരു സമാധാനപ്രേമിയാ. ഒരു കവിളിൽ അടിച്ചാൽ മറു കവിളും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ. അപ്പൊ താനല്ലേ പറഞ്ഞു സമാധാനപ്രേമിയാണെന്ന്? അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല.
ചുമയുണ്ടെ ഒറ്റ കെട്ടിക്ക് വാടാ. ഉം. അയ്യോ സാറേ, എന്നൊന്നും ചെയ്യരുത്. ആ വാസുന്ന് പറഞ്ഞു വന്നതാ. അവന്റെ പെണ്ണിന് സാറ് നോക്കാതിരിക്കാൻ. അയ്യോ. സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേ. എന്നെ കിണറ്റിലിടരുത്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തോ ഒരിക്കൽ തൊട്ടിയോടെ തൊട്ടി എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ, കാറ്റ് വന്നു കള്ളനെ പോലെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ അല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളിയാണ്, പഴകുറ്റിപ്പള്ളി. അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി. അവിടെ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക, ഗ്രാമസേവക. നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? വാ. എന്താടാ ബാബു, വീട്ടിലെല്ലാം വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ ഈ രാത്രിയില് എന്താ എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകല് തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ നടന്നു. ഈ തേവാങ്ക് നടക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ വലിയ ഉദ്യോഗസ്ഥനാ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? എന്റെ തന്നെയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്. അതിരിക്കട്ടെ, തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലു അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും എള്ളും പിണ്ണാക്കും ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കല്യാണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. അയ്യോ, ഇതിന്റെ നാവ് തേങ്ങ മാറ്റണം. ഓ, നിന്റെ നാളെ മാറ്റേണ്ടത്. വീടാ.
അതിരിക്കട്ടെ, എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണ്. ആ, അപ്പൊ 4 കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ, അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്കാ നടന്നു. എടാ വാസുണ്ണി, മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാരിച്ചൻ നായർ ആരാണ്. മനസ്സിലായോ? ബാ, 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 ബാ. പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണ് 4 ഉണ്ടല്ലോ. എന്റെ ഇവിടെ പൂട്ടാൻ നിർത്തിയാ മതി. നീ ഇന്ന് തന്നെ പുറപ്പെടുകയല്ലേ? ഏയ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടനോട് താമസിക്കാൻ പോകുന്നു. വേണ്ട വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കരുത്തരവോ കാണിച്ചാലേ എന്റെ ചിത്തപ്പേര് എനിക്കാ. പോക്കിരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഓഫീസിൽ പോണം. എന്നാ ചേട്ടൻ പോയിട്ട് വരൂ. ഇടാ, നിന്റെ ഉദ്ദേശം എന്തുവാ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്നാ ഡാഡിയും മമ്മിയും പറഞ്ഞത്. ആഹാ, എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോ. കാര്യം പറഞ്ഞേ. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിങ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം വേണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല. അതിനായി എന്നെ ആരും കാക്കാൻ വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? ദേ, നീ എന്റെ അനിയനാ. നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്തെ ചേട്ടാ. ഇപ്പൊ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ചാ പഞ്ചരടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അടുക്കളയിൽ പാലും ഏത്തപ്പഴം നീ പോയി കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജും ചുറ്റിക്കടച്ചു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണമല്ലോ. ഹലോ, ഏയ്, ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ആ, ഒന്ന് വരൂ. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു. വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഓ. ഫോർ എക്സാമ്പിൾ, അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ഇല്ലല്ലോ, ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞെന്ന് 10-20 മൈൽ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ഛേ ഛേ ഛേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസന കയറിക്കോളൂ. എന്താ മടങ്ങിയിരിക്കും? നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്നിനി എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതേത് സ്ഥലമാണ് സാർ? നമ്മൾ പുറപ്പെട്ടെടുത്ത് നിന്നും ആ. കൃത്യം 30 മൈലിൽ പോകുന്നു. ആഹാ. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. പൈസ പോലും ഇല്ല. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോ.